ഈ ലോകത്ത് ശരി തെറ്റ് തെറ്റെന്ന് പറയുന്ന സംഭവമില്ല, ശരികളല്ലേ ഉള്ളൂ. ഒരു ശരിയിൽ നിന്ന് മറ്റൊരു ശരിയിലേക്ക് വളരുന്നു എന്ന് മാത്രം. നടൻ ജയസൂര്യക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. ഇനി ഇരിക്കാൻ നേരം കിട്ടില്ല എന്നാണ് സ്വാമി പറയണത്. അത്രയ്ക്ക് ബെസ്റ്റ് ടൈമാ വരാൻ പോണത്. ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കയറി പിടിക്കുക. കാര്യങ്ങളും ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ നല്ല മനസ്സ് പറയും അത് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണ്ടെന്ന്. ഞാൻ ചെയ്യണം എന്ന് പറയുന്ന മനസ്സ് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി ജയസൂര്യാണ് പറയുന്ന അപ്രത്യക്ഷമായിട്ട് പറയുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. എന്റെ കുടുംബം കുട്ടിച്ചോറാക്കരുത്, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്താ നിനക്കും വേണം? നമ്മുടെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ല സമയത്താണ്. നമ്മുടെ പ്രവൃത്തിയാണ് അതിന്റെ ഇത് തരിക, അതിന്റെ റിസൾട്ട് തരിക. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്ത് പണ്ട് പാലക്കാട്ട് പോയപ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് അപ്പൊ ആണുങ്ങളെ കയറി പിടിക്കും. അമ്പടാ ഭയങ്കര ഉമ്മ വെച്ചിട്ട് എന്ത് രതിവൈകൃതമാണ് ഈ കാണിക്കുന്നത്? ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വസിച്ച് ജീവിക്കും? ഇങ്ങനെ നടന്നു വരുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് ഞാൻ അത്രക്കാരനല്ല സാർ. എന്നെ കാണരുത്, ഒരു സഹോദരനായിട്ട് കാണണം. സാറിനുള്ള അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സും. പാശ്ചാത്യ സംസ്കാരം ലണ്ടനിൽ നിന്ന് വരികയാണോ? എന്റെ രീതി ഇങ്ങനെയാവും. എന്റെ ഗുണോത്തി മാതാവേ, എന്റെ തല പിളരുന്നു. ജയസൂര്യയുമായി ബന്ധപ്പെട്ടിരുന്നു. നാട്ടിലെത്തിയാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള പേടി ജയസൂര്യക്കുണ്ട്. നമ്മുടെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ല സമയത്താണ്. നമ്മുടെ പ്രവൃത്തിയാണ് അതിന്റെ ഇത് തരിക, അതിന്റെ റിസൾട്ട് തരിക. നമ്മുടെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ല സമയത്താണ്. നമ്മുടെ പ്രവൃത്തിയാണ് അതിന്റെ ഇത് തരിക, അതിന്റെ റിസൾട്ട് തരിക. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? സബ്സ്ക്രൈബ് ചെയ്യണോന്നില്ല കണ്ട.